ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ഹരിപ്പാട് ആയാപറമ്പൽ ട്രെയിൻ വന്നിട്ടും റെയിൽവേ ഗേറ്റ് അടയ്ക്കാതിരുന്ന സംഭവത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ഗേറ്റ് കീപ്പർ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി കൃഷ്ണകുമാർ 24നോട് പറഞ്ഞത്. ഇന്നലെ രാത്രിയിലാണ് ജാമ്യനഗർ തിരുനെൽവേലി എക്സ്പ്രസ് കടന്നുപോകുമ്പോൾ ഗേറ്റ് തുറന്നുകിടന്നത്. ഹരിപ്പാട് നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയോടുകൂടി ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് ഹരിപ്പാട് നിന്നായിരുന്നു. ഹരിപ്പാട് ആയാപറമ്പ് ആലിൻ ചുവട്ടിൽ റെയിൽവേ ട്രാക്ക് അടച്ചില്ല. ട്രെയിൻ കടന്നുപോകുന്ന സമയമായിരുന്നു. സിഗ്നൽ കിട്ടാത്തതുകൊണ്ടാണ് അടയ്ക്കാതിരുന്നത് എന്നടക്കമുള്ള ന്യായീകരണങ്ങൾ ഇവിടെ ഗേറ്റ് നിയന്ത്രിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് വന്നെങ്കിലും വലിയ അപകടമാണ് നാട്ടുകാരുടെ അടക്കം സംയോജിതമായ ഇടപെടലിൽ ഉണ്ടായത്. ഈ സമയത്ത് ഈ ട്രാക്കിൽ കൂടിയാണ് ട്രെയിൻ വന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ, ഈ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ നമുക്കൊപ്പം ചേരുന്നു. ഇദ്ദേഹത്തിന്റെ അടക്കം ഇടപെടൽ ഇന്നലെ ഈ സമയത്ത് ഉണ്ടായത് വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് 3:15 ഞാനും വൈഫും കൂടി ഇവിടുന്ന് ഹരിപ്പാടോട്ട് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ റെയിൽവേ ട്രാക്കിൽ എൻ്റെ കാറ് കയറിയിട്ട് ഞാൻ വലത്തോട്ട് നോക്കുമ്പോൾ ട്രെയിൻ സ്ലോയിൽ വരുന്ന കാഴ്ചയാണ് അത്. ആദ്യം ഒരു സെക്കൻഡ് ഞാൻ അല്പം പേടിച്ചെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തു. അപ്പോൾ എതിരെ ഒരു KSRTC ബസ് വരുന്നുണ്ടായിരുന്നു. ആ ബസ്സിനെ ഞാൻ ട്രാക്കിൽ വന്ന് തടഞ്ഞു നിർത്തി. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു യാത്രക്കാരൻ ഓടി വന്ന് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തെ അദ്ദേഹം ഓടി ചെന്നു. ഞങ്ങൾ പോയി അവിടെ നോക്കുമ്പോൾ ഗാർഡിൻ്റെ റൂമിൽ നോക്കുമ്പോൾ ഗാർഡ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയുന്നില്ല. എത്രയോ ആൾക്കാർ ബഹളം വെച്ചു. സംഭവം ആൾ കൂടി 10-100 പേര് കൂടിയപ്പോഴും ഒന്നും ട്രാക്കിൽ വെളിയിലോട്ട് പോലും ഗാർഡ് വരുന്നില്ല. അവിടെ ചെന്ന് പറയുമ്പോൾ മൊബൈൽ നോക്കിയിട്ട് പെട്ടെന്ന് മൊബൈൽ താത്തിട്ട് അദ്ദേഹം ഗേറ്റ് അടയ്ക്കുകയാണ് ചെയ്തത്. ഗേറ്റ് അടച്ചു കഴിഞ്ഞ് ട്രെയിൻ ഉടനെ തന്നെ ലോക്കോ പൈലറ്റ് വളരെ പതുക്കെ ട്രെയിൻ പാസ് ചെയ്ത് പോയതിന് ശേഷം എല്ലാവരും പഴയ രീതിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ ഗാർഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സിഗ്നൽ കിട്ടിയില്ലെന്നാണ്. പക്ഷേ ഇതിന് മുമ്പിലുള്ള എല്ലാ സിഗ്നലുകളെല്ലാം ഗ്രീൻ ആയിരുന്നു. അതിൻ്റെ സാങ്കേതിക വശം എനിക്ക് കൂടുതൽ അറിയില്ല. അത് ഹയർ അതോറിറ്റിയാണ് അത് തീരുമാനിക്കേണ്ടത് എന്താണ് സംഭവിച്ചത്. പക്ഷേ ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് നിരുപദ്രവമായ സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചത്. നമ്മളോട് ചൂടാകുന്ന രീതിയിലൊരു സമീപനം. അദ്ദേഹം മൊബൈൽ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ തെറ്റാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹം നമ്മൾ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ഗേറ്റ് അടച്ചു. ജാമ്യനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ ഉണ്ടായിരുന്നത്. ഈ ട്രാക്കിൽ കൂടിയാണ് ട്രെയിൻ വന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഈ 150 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ റോഡിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ എത്തിയപ്പോഴും ഈ ട്രെയിൻ പൂർണ്ണമായും നിന്നിരുന്നില്ല. സിഗ്നൽ ലഭിക്കാത്തതിനെ തുടർന്ന് അവിടെ സ്ലോ ആക്കി മുന്നോട്ട് വരികയായിരുന്നു. ഈ സമയത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന റോഡിൽ ഈ സമാനമായ രീതിയിൽ വാഹനങ്ങൾ പോകുന്നുമുണ്ടായിരുന്നു. അത്രത്തോളം അപകടകരമായ സാഹചര്യമാണ്. എന്തായാലും ഈ ഗേറ്റ് അടയ്ക്കേണ്ട ഗാർഡൻ ഈ റൂമിനകത്ത് മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് ഈ സംഭവം കണ്ട ദൃക്സാക്ഷികളടക്കം പറയുന്നത്. സംഭവത്തിൽ RPF-ഉം ഗവൺമെന്റ് റെയിൽവേ പോലീസും അടക്കം ഒപ്പം സദേൺ റെയിൽവേ അടക്കം ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹരിപ്പാട് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.